Hello friends, welcome to my channel. സോ ഇന്ന് നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഹ്യൂജ് ഫോൾ ആയിരുന്നു നമുക്ക് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഉണ്ടായിരുന്നത്. സോ ഇതൊക്കെ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ ഇതൊക്കെയായിരുന്നു. സോ ഇതിനകത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ക്യാൻഡിലില് 9:15 ക്യാൻഡിലില് ബ്രേക്ക് ചെയ്ത് അതിന്റെ കഴിഞ്ഞിട്ട് ഒരു മൂന്നാമത്തെ 15 മിനിറ്റ്സ് ക്യാൻഡിലിൽ തന്നെ നമുക്ക് നല്ലൊരു ഫോൾ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എപ്പോഴൊക്കെ നമ്മുടെ സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് നല്ല ഒരു മൊമെന്റം നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കിനും നമുക്ക് നല്ലൊരു മൊമെന്റം ആയിരുന്നു നമുക്ക് കിട്ടിയത്. ഈ ഒരു സപ്പോർട്ട് സോൺ നമുക്ക് നോക്കുവാണെങ്കിൽ ലാസ്റ്റ് 28 ഡിസംബർ തൊട്ട് തന്നെ ഈ ഒരു നല്ലപോലെ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സോൺ ആയിരുന്നു ഇന്ന് ബ്രേക്ക് ചെയ്തത്. അതുകൊണ്ടായിരുന്നു നമുക്ക് ഹ്യൂജ് മൊമെന്റം നമുക്ക് രാവിലെ ആ ഒരു ലെവലിൽ ആ ഒരു ടൈമിൽ നമുക്ക് ഹ്യൂജ് മൊമെന്റം നമുക്കുണ്ടായിരുന്നു. ഇത് നോക്കുവാണെങ്കിൽ 28-നും മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, 29-നും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റിനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇന്ന് സെക്കൻഡിന് അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് ഫോളോ ചെയ്തു. ഫോളോ ചെയ്തപ്പോൾ നമുക്ക് നല്ലൊരു മൊമെന്റം കിട്ടി. മൊമെന്റം കിട്ടിയിട്ട് നമുക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു സപ്പോർട്ട് സോൺ ഉണ്ടായിരുന്നു, അതിന്റെ തൊട്ട് മേളിൽ തന്നെയായിരുന്നു മാർക്കറ്റ് വന്നിട്ട് വീണ്ടും ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തത്. അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തപ്പോഴത്തേക്കിന് നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരിക്കൽ നമുക്ക് ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് നമുക്ക് ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യും. സെയിം സംഭവം തന്നെയാണ് ഇന്ന് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ഇന്ന് നമുക്ക് രാവിലെ തന്നെ മാർക്കറ്റ് സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് നമ്മുടെ റെസിസ്റ്റൻസ് സോൺ ആയിട്ട് കൺവേർട്ട് ആയി. ഓക്കെ, ഇത് നമുക്ക് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതൊരു സെല്ലിംഗ് സോൺ ആണത്. ഓക്കെ, സെല്ലിംഗ് സോൺ എന്ന് പറയുമ്പോൾ ഈ സെയിം ലെവൽ തന്നെയാണ് നമുക്ക് സെല്ലിംഗ് സോൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് തന്നെയായിരിക്കും നമുക്ക് ഇനി നാളത്തെ ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. ഈ ലെവൽ തന്നെയായിരിക്കും. ഈ ലെവൽ വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാം. നമുക്ക് നാളത്തെ ഇനി സെല്ലിംഗ് സോൺ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ ഒരു റേഞ്ച് ആയിരിക്കും നമുക്ക് നാളത്തെ ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ഫസ്റ്റ് റെസിസ്റ്റൻസ് സോൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു ലെവലായിരിക്കും. ഓക്കെ, ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് 20 ഓക്കെ 21,671 തൊട്ട് 21,692 വരെയുള്ള റേഞ്ച് ആയിരിക്കും നമ്മുടെ നാളത്തെ ഫസ്റ്റ് റെസിസ്റ്റൻസ് സോൺ. കാരണം ഇന്ന് മാർക്കറ്റ് വന്ന് ആ ആ ആ സോണിനെ, നമ്മൾ ഈ പറഞ്ഞേക്കുന്ന റെസിസ്റ്റൻസ് സോണിനെ നല്ലപോലെ മാർക്കറ്റ് റിജക്ഷൻ എടുത്തിട്ടുണ്ട് അവിടെ. ഇത് നമുക്കൊരു ഫസ്റ്റ് റെസിസ്റ്റൻസ് സോൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഓൾ ടൈം ഹൈ നമുക്ക് സെക്കൻഡ് റെസിസ്റ്റൻസ് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ ഇതിനകത്ത് വരുന്ന സപ്പോർട്ട് സോൺ റിമൈൻസ് ദ സെയിം. ഇതിനകത്ത് ഒരു ചേഞ്ചസ് നമുക്ക് ചെയ്യേണ്ട. അതുപോലെ തന്നെ സെക്കൻഡ് സപ്പോർട്ട് സോണിന് നമുക്ക് യാതൊരു ചേഞ്ചസ് നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നമുക്ക് നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നമുക്ക് നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് നല്ലൊരു ഫോൾ ആയിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ രാവിലെ നമ്മൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആ ഒരു റെസിസ്റ്റൻസ് സോണിൽ മാർക്കറ്റ് വന്നിട്ട് കുറച്ച് നേരം അവിടെ തന്നെ കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഒരു 12:15 ആയപ്പോഴത്തേക്കിന് ഞാൻ ഒരു ചെറിയൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷോർട്സിൽ ഞാൻ എക്സാക്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ആ സപ്പോർട്ട് സോണിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ മാർക്കറ്റ് ഇതിനകത്ത് ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ട്. ഈ ഒരു സപ്പോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഈ സപ്പോർട്ട് ചെയ്തിട്ട് മാർക്കറ്റ് മേളിലോട്ട് പോവുകയാണെങ്കിൽ മാത്രം നമുക്ക് കോൾ സൈഡ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ കൺസോൾട്ടേഷൻ, അതർവൈസ് അതൊരു ഫോൾ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഷോർട്ടിനകത്ത്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് കുറെ നേരം കൺസോൾട്ട് ചെയ്തിട്ട് ലാസ്റ്റ് മിനിറ്റ് 3 മണിക്കത്തെ ക്യാൻഡിലിൽ നമുക്ക് നല്ലൊരു ഫോളോ കിട്ടി. അതുപോലെ തന്നെ മാർക്കറ്റ് ലാസ്റ്റ് 28 തൊട്ട് ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ഇതുവരെയായിട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഈ ട്രെൻഡ് ലൈൻ നമുക്ക് എപ്പോഴും വാലിഡ് ആയിരിക്കും. ഈ ഒരു ട്രെൻഡ് ലൈൻ സ്റ്റിൽ നമുക്ക് നാളത്തെ ഇതിനും നമുക്കിത് വാലിഡ് ആയിരിക്കും. പക്ഷേ ഈ ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇത് ഓൾറെഡി നമുക്ക് ഇത് ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ആ സപ്പോർട്ട് സോണിന് താഴെ തന്നെയാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസിംഗ് വന്നേക്കുന്നത്. ആ ഒരു സപ്പോർട്ട് സോൺ നമുക്കത് ഇൻവാലിഡ് ആയി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ ഇനി വരുന്നത് ഇതായിരിക്കും നമ്മുടെ ഇനി റെസിസ്റ്റൻസ് സോൺ. ഇപ്പൊ എവിടെയാണ് ബ്രേക്ക് ചെയ്തേക്കുന്നത് ആ സെയിം സോൺ തന്നെയായിരിക്കും നമ്മുടെ ഇനി നാളത്തെ റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ഫസ്റ്റ് റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 47,875 തൊട്ട് 47,875 തൊട്ട് 47,973.
ഇതായിരിക്കും നമ്മുടെ നാളത്തെ ഫസ്റ്റ് റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നതും അതുപോലെ തന്നെ നാളത്തെ ഫസ്റ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 47,341 തൊട്ട് 47,464 വരെയും സെക്കൻഡ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 46,927 തൊട്ട് 47,042. സോ ഇതായിരിക്കും നാളത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ വരുന്നത്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു റെസിസ്റ്റൻസ് സോൺ സ്റ്റിൽ വാലിഡ് ആയിരിക്കും, കാരണം നമുക്ക് അതിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ അത് നമുക്ക് സ്റ്റിൽ വാലിഡ് ആണ്, ആ റെസിസ്റ്റൻസ് സോൺ വാലിഡ് ആണ്. സോ പുതിയതായിട്ട് ഉള്ളേക്കുന്ന റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഈ ലെവലാണ് 47,875 തൊട്ട് 47,973 വരെയുള്ള റേഞ്ച് ആയിരിക്കും നമുക്ക് നാളത്തെ ഫസ്റ്റ് റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷനും നമുക്ക് വാലിഡ് ആണ്. സോ ഈ ട്രെൻഡ് ലൈനിൽ തന്നെയാണ് മാർക്കറ്റ് കുറെ ദിവസമായിട്ട് ഈ 28 തൊട്ട് തന്നെ മാർക്കറ്റ് അകത്ത് സപ്പോർട്ട് എടുത്തിട്ടാണ് ഡൗൺവേർഡ് ട്രെൻഡ് ആണ് മാർക്കറ്റ്, ഇപ്പം ബെയറിഷ് ആണ് മാർക്കറ്റ്. സോ ഈ ട്രെൻഡ് ലൈനിനെ അത് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. സോ ഇനി ഇതിന്റെ നമുക്ക് ഇതിന്റെ PCR നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ PCR നോക്കുവാണെങ്കിൽ അത് 0.51 ആണ് ഇൻട്രാഡേയിൽ. സോ നാളത്തെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണ്. സോ PCR നോക്കുമ്പോഴത്തേക്കിനും 0.6 ആണ്. വീക്ക്ലി PCR നോക്കുമ്പോൾ 0.6 ആണ്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് നിഫ്റ്റിക്കും വീക്ക്ലി PCR നോക്കുമ്പോഴത്തേക്കിനും 0.7 ആണ്. സോ ഒരു ബിയറിഷ് സെന്റിമെന്റ് തന്നെയാണ് മാർക്കറ്റിനകത്തുള്ളത്. സോ കോൾ സൈഡിൽ പ്ലാൻ ചെയ്യാം. അത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സപ്പോർട്ട് അല്ല റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്യുമ്പം മാത്രം കോൾ സൈഡിൽ നമുക്ക് ട്രേഡുകൾ നോക്കിയാൽ മതി. അതുപോലെ തന്നെ നിഫ്റ്റിക്കകത്തും ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് കോൾ സൈഡിലോട്ടുള്ളത് നോക്കിയാൽ മതി നാളത്തേക്കിന്. അതുപോലെ തന്നെ ഇതായിരിക്കും നമ്മുടെ സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നത്. 21,671 തൊട്ട് 21,692 വരെ ആയിരിക്കും നമ്മുടെ റെസിസ്റ്റൻസ് സോൺ. സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 21,500 തൊട്ട് 540 വരെ. ഇത് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു സപ്പോർട്ട് സോൺ ആണ്. സോ അതിനകത്ത് നമുക്ക് യാതൊരു ചേഞ്ചസും നമുക്ക് ഇതിനകത്ത് ഇല്ല. ഓക്കെ, സോ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലെ ഞാൻ എന്തെങ്കിലും ഒരു ഇടയ്ക്ക് ഏതെങ്കിലും സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഷോർട്സ് ആയിട്ട് ഇടാം. സോ അപ്പം അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ എൻ്റെ ഷോർട്സ് അപ്പം തന്നെ കാണാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് അലേർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഷോർട്സ് ഒക്കെ ഇടുന്നത്. സോ ഈ വീഡിയോസും എൻ്റെ ഒരു ഒബ്സർവേഷനും അനാലിസിസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സോ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.